ഡി സുരേഷ് കുമാർ, മുൻ ദേവസ്വം മന്ത്രിയെ ഇന്നല്ല ശനിയാഴ്ച SIT ചോദ്യം ചെയ്തിരിക്കുന്നു. ചോദ്യം ചെയ്യൽ എന്നുള്ളതല്ല, വിവരങ്ങൾ എടുക്കൽ എന്നതാണ് അദ്ദേഹത്തിന്റെ വാചകങ്ങൾ. അപ്പോൾ വിവരങ്ങൾ നൽകിയിരിക്കുന്നു. ഇനി ഒരിക്കൽ കൂടി വിളിപ്പിച്ചാൽ അത് കുറച്ചുകൂടി ഗുരുതരമായ സാഹചര്യമായിരിക്കും. ഇനി വിളിപ്പിക്കാത്ത വിധത്തിലുള്ള ഒരു മൊഴിയെടുക്കലായിരുന്നു എന്ന് CPM ഉറപ്പിക്കാനായോ? നോക്കൂ സ്മൃതി, അതിന് മുൻപായി ഇൻട്രോയിൽ ഈ ചർച്ച ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഇൻട്രോ സ്മൃതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ആ ഇൻട്രോയിൽ വളരെ വ്യക്തമായി വെള്ളറടയിൽ വെച്ച്, ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച്, തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാന്യനായ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഈ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് സ്മൃതി പറയുകയുണ്ടായി. സ്മൃതിയുടേത് ഒരു നിഷ്പക്ഷ ആങ്കറിംഗ് ആണ് എങ്കിൽ 10 ജൻപതിൽ ഉണ്ടായ ഫോട്ടോയെക്കുറിച്ച് കൂടെ ഒന്ന് പറയണമായിരുന്നു. ഇത് ജനൻ TVയോ അല്ലെങ്കിൽ ജയ്ഹിന്ദ് TVയോ അല്ലല്ലോ, റിപ്പോർട്ടർ ചാനലല്ലേ. നിങ്ങളൊക്കെ ഒരു ചർച്ച നടത്തുമ്പോൾ കുറച്ചുകൂടെ നിഷ്പക്ഷത, ഇത്തരം കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ കുറച്ചുകൂടെ നിഷ്പക്ഷത കാണിക്കാൻ തയ്യാറാകണം. അല്ലെങ്കിൽ നിങ്ങളുടെ നിഷ്പക്ഷതയിൽ വലിയ പക്ഷപാതിത്വം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായി, CPMൻ്റെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുന്ന എനിക്ക് ആദ്യമേ തന്നെ ഒരു ആരോപണമായി തന്നെ ഉന്നയിക്കേണ്ടി വരും. ഇങ്ങനെയല്ല ഒരു ചർച്ച നയിക്കേണ്ടത്. ശരി, അങ്ങയുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എന്റെ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് അല്ല, എൻ്റെ പറഞ്ഞു കഴിഞ്ഞില്ല. ഒരു ഫോട്ടോയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയോടൊപ്പം നിൽക്കുന്ന 3 സ്ഥലത്തെ ഫോട്ടോകളെ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ അതിനേക്കാൾ എത്രയോ ഗൗരവമാണ് 10 ജൻപതിൽ സോണിയാഗാന്ധിക്കൊപ്പം 2 തവണ അവരുടെ വീട്ടിൽ സ്വകാര്യമായി കണ്ട ഒരു ഫോട്ടോയെക്കുറിച്ച് ഒരു വരി പറയാൻ എന്തേ താങ്കളുടെ നാവ് പൊങ്ങിയില്ല? എനിക്ക് സത്യത്തിൽ ലജ്ജ തോന്നുകയാണ്. നിങ്ങളൊക്കെ ഇത്രമാത്രം പക്ഷപാതപരമായി ഇത്തരം ചർച്ചകളെ നയിക്കുന്നത് ഈ നാടിനെ എങ്ങോട്ട് കൊണ്ടുപോകും? ഇന്നത്തെ ദിവസം ഇത് പറയാനുള്ള നിങ്ങളുടെ ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, അതിന് അങ്ങയെ ഞാൻ നമിക്കുന്നു. കാരണം മുൻ ദേവസ്വം മന്ത്രിയെ ശനിയാഴ്ച 3.5 മണിക്കൂർ SIT കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അതാണല്ലോ നിങ്ങൾ പറയുന്ന ഭാഷ. ഏതായാലും ആ കാര്യങ്ങൾ ചോദിച്ചറിയൽ 3.5 മണിക്കൂർ നീണ്ടു. അപ്പോൾ കടകംപള്ളിയുമായി ബന്ധപ്പെട്ട് SITക്ക് കിട്ടിയിരിക്കുന്ന തെളിവ് എന്നുള്ളത് പത്മകുമാറിന്റെ മൊഴിയാണ്. എനിക്കല്ല പോറ്റിയെ ആദ്യം അറിയുക, പോറ്റിയെ ആദ്യം അറിഞ്ഞിരിക്കുന്നത് കടകംപള്ളിക്കാണ്, കടകംപള്ളി വഴിയാണ് ഞാനൊക്കെ പോറ്റിയെ അറിഞ്ഞത് എന്നാണ് പത്മകുമാർ പറഞ്ഞത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള വിവരം തേടലിനെ കുറിച്ചാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. അപ്പോഴും അങ്ങീ സോണിയാഗാന്ധിയുടെ ചരടിലേക്ക് പോകുന്ന ഇന്നത്തെ ദിവസം അങ്ങേക്ക് പോകാൻ കഴിയുന്നത് വല്ലാത്തൊരു സാഹചര്യം തന്നെയാണ്. അങ്ങനെ അങ്ങേ എൻ്റെ ചോദ്യത്തിനുത്തരത്തിലേക്ക് വന്നാലും പ്ലീസ്. അല്ല, ഞാൻ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് വരാം. 3 ഫോട്ടോയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ വലിയ നേതാവായിട്ടുള്ള, ദേശീയ നേതാവായിട്ടുള്ള സോണിയാഗാന്ധിയെക്കുറിച്ചുള്ള ഫോട്ടോയെക്കുറിച്ച് ഒരു വരി പോലും ഉരിയാടാൻ സാധിക്കാത്തതിൻ്റെ പക്ഷപാതത്വത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് ജനങ്ങൾ വിലയിരുത്തട്ടെ. ഇവിടെ സൂചിപ്പിച്ചത് കാര്യങ്ങൾ ചോദിച്ചറിയാനാണോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനാണോ എന്തു തന്നെയായിരുന്നാലും അന്നത്തെ ദേവസ്വം വകുപ്പിന് നേതൃത്വം കൊടുത്തിരുന്ന മന്ത്രിയെ സ്വാഭാവികമായും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ വിളിച്ച് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി കാര്യങ്ങൾ ചോദിച്ച് ആരായുന്നത് സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ കരുതുന്നത്. നിങ്ങൾ നോക്കൂ, ഇന്നലെ വരെ കടകംപള്ളിയെ ചോദ്യം ചെയ്തില്ല അല്ലെങ്കിൽ കടകംപള്ളിയെ വിളിച്ചില്ല എന്നുള്ളതായിരുന്നു SITക്ക് മേൽ നമ്മളെല്ലാവരും അല്ലെങ്കിൽ ഇത് വിമർശിക്കുന്ന ആളുകൾ ഉന്നയിച്ച ആരോപണം. SIT വളരെ മോശമാണ്, SITയുടെ പെർഫോമൻസ് ശരിയാകുന്നില്ല, SITയുടെ നിലപാടുകളിൽ സംശയമുണ്ട് എന്ന രൂപത്തിൽ പറഞ്ഞിരുന്ന ആളുകൾ ഇന്നിപ്പോൾ അല്ലെങ്കിൽ ശനിയാഴ്ച ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി, അന്ന് ഈ വകുപ്പിന് നേതൃത്വം കൊടുത്തിരുന്ന മന്ത്രിയെ വിളിച്ച് വിവരങ്ങൾ ആരായുമ്പോൾ അത് എന്ത് തന്നെ ആയിരുന്നാലും അധിക ദിവസമില്ലാതെ നമ്മുടെ മുന്നിലേക്ക് വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ്. വിവരങ്ങൾ ആരാഞ്ഞതാണോ, ചോദ്യങ്ങൾ ചോദിച്ചതാണോ, എന്ത് തന്നെ ആയിരുന്നാലും പുറത്തു വരട്ടെ. ആ ചെയ്യുമ്പോൾ ഇപ്പോൾ SIT കൊള്ളാം, ഇപ്പോൾ നല്ല SIT ആണ്, ഈ സീസണിൽ ഈ സമയത്ത് വളരെ മനോഹരമായ SIT ആണ് എന്ന് വിലയിരുത്തുന്നത് ഇരട്ടത്താപ്പല്ലേ? അതല്ലേ ആദ്യം നമ്മൾ ചർച്ച അങ്ങേക്ക് ഇൻട്രോയിൽ എന്തു പറയണം, ചോദ്യം എന്താകണം, ഉത്തരം എന്താകണം എന്നതിലൊക്കെ വ്യക്തതയുണ്ട്. കടകംപള്ളിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അങ്ങൊന്നൊരു വ്യക്തമായ മറുപടി നൽകൂ. ഞാൻ SIT ഇപ്പോൾ വളരെ നന്നായി പ്രവർത്തിക്കുന്നു എന്ന രൂപത്തിലൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. അങ്ങോട്ട് ഇനി അടുത്ത ചോദ്യം ഉണ്ടെന്നേ. അങ്ങ് ഇതിനൊന്നൊരു ഉത്തരം പറയൂ. ഈ 3.5 മണിക്കൂർ മൊഴിയെടുക്കൽ നടന്നിരിക്കുന്നത് പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് പോറ്റിയെ എനിക്കല്ല കൂടുതൽ അറിയുന്നത്, ഞാൻ പരിചയപ്പെടുന്നത് ഈ കടകംപള്ളി സുരേന്ദ്രൻ വഴിയാണ് എന്ന് പത്മകുമാർ പറഞ്ഞ മൊഴിയെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്?
സ്മൃതി, ആ ചോദ്യം തന്നെ മറ്റൊരു രൂപത്തിൽ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുൻ പ്രതിപക്ഷ നേതാവിനോട് ഈ തൊട്ട് മുൻപ് ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്? തെളിവുകൾ എൻ്റെ കയ്യിലില്ല, തെളിവുകൾ എൻ്റെ കയ്യിലില്ല. വേണമെങ്കിൽ നമുക്കതൊന്ന് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഇങ്ങനെ ചില ഉത്തരവാദിത്വമുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ വിവരങ്ങൾ ആരായാൻ, ഈ വാക്ക് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഏതെങ്കിലും ഘട്ടത്തിൽ സർക്കാരോ ഈ പറയുന്ന ദേവസ്വം മന്ത്രിയോ ആ ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്, അങ്ങനെ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന ഒരു വാചകം ഏതെങ്കിലും ഘട്ടത്തിൽ സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അല്ല, അത് നമ്മളങ്ങനെ മുൻവിധിയിലെത്താൻ പാടില്ല. മുൻവിധിയല്ലോ. എന്ത് മുൻവിധി? സ്വർണം പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അഴിയിൽ കിടക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. 40 ദിവസമായി ഒന്ന് ജാമ്യം തരൂ എന്നാണ് ഇന്ന് പത്മകുമാർ കോടതിയിൽ പറഞ്ഞത്. ഇപ്പോൾ തരാനാകില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അവധിക്കാലത്തിന് ശേഷമാണ് അത് പരിഗണിക്കാൻ പോകുന്നത്. അപ്പോൾ 40 ദിവസമായി നിങ്ങളുടെ ഇപ്പോഴും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്ന പത്മകുമാർ ജയിലിലാണല്ലോ, അല്ലേ? വേറെയും വാസു ജയിലിലാണല്ലോ. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ നേതാവ് കൂടിയുണ്ടല്ലോ, അദ്ദേഹം പാർട്ടിയുടെ ആളാണല്ലോ. അപ്പോൾ എല്ലാവരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, മൊഴികൾ അടുത്ത അറസ്റ്റിലേക്കും അടുത്ത ചോദ്യം ചെയ്യലിലേക്കും നീങ്ങുന്നു. അതാണ് സംഭവിച്ചത്. പത്മകുമാറിലേക്ക് എത്തിയത് അതിനു മുമ്പ് അറസ്റ്റിലായവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പത്മകുമാറിന്റെ മൊഴി നേരത്തെ ലഭിച്ചതാണ്. അപ്പോൾ അങ്ങ് പറയൂ, ഇത് പറയൂ, ഈ പത്മകുമാറിന്റെ മൊഴിയെക്കുറിച്ചിട്ടുള്ള നിലപാട് എന്താണ്, അഭിപ്രായം എന്താണ്? നോക്കൂ സ്മൃതി, ഇവിടെ ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചത് ഈ ജയിലിൽ അഴിക്കുള്ളിൽ കിടക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, അവരുടെ പിൻ രാഷ്ട്രീയ അല്ലെങ്കിൽ അവരുടെ മുൻകാല രാഷ്ട്രീയ അവർ വഹിച്ചിരുന്ന സ്ഥാനങ്ങളെ സംബന്ധിച്ച്, നിലവിൽ അവർ അംഗങ്ങളായിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ പറയുമ്പോൾ അതിൽ പോലും അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പോലും നിങ്ങൾക്ക് സെലക്റ്റീവ് ആവുകയാണ്. വേറെയും കുറച്ച് ആളുകൾ കിടപ്പുണ്ടല്ലോ, പ്രത്യക്ഷമായോ പരോക്ഷമായോ അവരുമൊക്കെ ചില രാഷ്ട്രീയ പാർട്ടികളിൽ അംഗങ്ങളാണല്ലോ. അതെന്തേ നമുക്ക് നിങ്ങളുടെ ഭരണകാലത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ദയവായി അങ്ങ് മറുപടി പറയുക. അങ്ങ് സോണിയാഗാന്ധിയുടെ കയ്യിലെ ചരട്, നേരത്തെ അറസ്റ്റിലായവരുടെ പേര് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രീ ഡി സുരേഷ് കുമാർ, നിങ്ങളുടെ ഭരണകാലത്തെ വീഴ്ചയെ കുറിച്ചാണ് ചോദ്യം. നിങ്ങളുടെ ഭരണകാലത്ത് സംഭവിച്ചിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയെ കുറിച്ചാണ് ചോദ്യം. സ്മൃതി ചോദിച്ച ക്വസ്റ്റ്യൻ വളരെ സ്പെസിഫിക് ആണ്. ഈ കിടക്കുന്ന പ്രതികളുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ചാണ് ചോദിച്ചത്. ആ കിടക്കുന്ന മുഴുവൻ പ്രതികളുടെയും രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് നിഷ്പക്ഷമായി ചർച്ച ചെയ്യണം. ഇവിടെ ഏതെങ്കിലും മൊഴിയുടെയോ എനിക്കറിയില്ല, കാരണം നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നത് ഭാവനയുടെ അടിസ്ഥാനത്തിലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷണാത്മകമായിട്ടുള്ള മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി കിട്ടുന്നുണ്ടാവാം. എനിക്ക് അത്രയും വിവരങ്ങൾ കിട്ടുന്നില്ല. ഏതെങ്കിലും മൊഴിയുടെയോ ഏതെങ്കിലും റിപ്പോർട്ടിൻ്റെയോ അടിസ്ഥാനത്തിൽ ആരെയെങ്കിലും ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ വിവരങ്ങൾ ആരായാനോ വിളിച്ചാൽ അത് ഇന്ന നിഗമനത്തിലാണ് എന്ന് എത്തിച്ചേരാൻ ഈ നിമിഷത്തിൽ എനിക്ക് കഴിയില്ല. അന്വേഷണം വളരെ കൃത്യമായി മുന്നോട്ട് പോവുകയാണ്. ദേവസ്വം ബോർഡിലെ അംഗങ്ങളും പാർട്ടി സെക്രട്ടറിക്കും കഴിഞ്ഞിട്ടില്ല. Debate with Smriti Parathikkad.